guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ എന്തുട്ടാ ഉണ്ടാക്കണ ചേട്ടാ? മമ്മി പറഞ്ഞ വാഴപ്പൂ കൊണ്ടൊരു കട്ട്ലേറ്റും പിന്നെ അതിന്റെ പോള കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ മമ്മി ഇന്നെന്തുട്ടാ നമ്മൾ ഇന്ന് ഉണ്ടാക്കണേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വാഴപ്പൂവും ചോറും വെച്ചിട്ട് ഒരു കട്ട്ലേറ്റും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആദ്യം നമുക്ക് വേണ്ടത് വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ച വാഴപ്പൂവാണ്. മുട്ട പുഴുങ്ങി മുട്ടയുടെ വെള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് സബോള, 2 ചിക്കൻ കഷ്ണം കുത്തി ചീകി വെച്ചത്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഈ കോഴിമുട്ടയോട് വെച്ചേക്കണത് ഇത് പൊട്ടിച്ചിട്ട് ആ മിക്സിൽ മുക്കിയിട്ട് വേണം നമുക്കിത് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ചീനിച്ചട്ടി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സബോള ഇട്ട് കൊടുത്തു. സബോള പെട്ടെന്നൊന്ന് വഴലാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇടുക. പച്ചമുളക് വേപ്പില ഇടുക. ഒന്ന് വഴന്നു വന്നതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കോഴിമുട്ട വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതും ഇട്ട് കൊടുക്കും. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാല ഇടുക. അപ്പോൾ ഈ എല്ലാ മിക്സും കൂടി നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വാഴപ്പൂ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വാഴപ്പൂവിൻ്റെ വേവ് ഇതിൽ കിടന്ന് കഴിയണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ചൂടാറുമ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഇത് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന കട്ട്ലേറ്റിൻ്റെ മിക്സാണ്. ഇത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് പിടിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. 2 കോഴിമുട്ട നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിക്സിൽ മുക്കിയിട്ട് ഓരോ കട്ട്ലേറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനി കോരിയെടുക്കാം. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വാഴപ്പൂവിൻ്റെ പോള കൊണ്ട് നമുക്കൊരു ചട്നി കൂടി ഉണ്ടാക്കുന്നത് കാണാം. അതിന് ആദ്യം വേണ്ടത് ഇതാണ് വാഴപ്പൂവിൻ്റെ പോള. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും കൂടി വേവിച്ച് വെള്ളം വാർത്തി വെച്ചതാണിത്. ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് വേപ്പിലയും മല്ലിയിലയും, ഞങ്ങളുടെ അവിടെ ഇരുമ്പമ്പുലി എന്നാണ് പറയുക, വേറെ പേരുകളുണ്ടോയെന്ന് അറിയില്ല, ചെറുത് 4 എണ്ണം, കുറച്ച് തേങ്ങ ചുരുണ്ടിയത്, കുറച്ച് ഉഴുന്ന്, വറ്റൽമുളക്, ചുവന്നുള്ളി. ഇനി നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കോരണം. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ആദ്യം വറ്റൽമുളക് ഇട്ട് കോരിയെടുക്കാം. ചുവന്ന് ഇടാം. ഉള്ളി ഇതിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നതിലേക്ക് വേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ച വാഴപ്പോളയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഈ ഇരുമ്പാമ്പുളിയും വറ്റൽമുളകും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ലൊരു ചട്നി റെഡിയാവും. വാഴപ്പൂവിൻ്റെ പോള കൊണ്ടുണ്ടാക്കിയ ചട്നിയാണ്.
ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മളിന്ന് ഈ കട്ട്ലേറ്റിൻ്റെ കൂടെയാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഗൈസ്, നമ്മുടെ വാഴപ്പൂ കൊണ്ടുള്ള കട്ട്ലേറ്റും വാഴപ്പൂവിൻ്റെ പോള കൊണ്ടുള്ള ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.